അതിന് ഇന്നത്തെ പത്രം ഏകദേശം എല്ലാത്തിലും ഫ്രണ്ട് പേജ് ഫുൾ കവർ ചെയ്തിരിക്കുന്നത് പരസ്യമാ, ഫുൾ പേജ്. അത് കഴിഞ്ഞിട്ട് രണ്ടാം പേജിലേ തുടങ്ങിയിട്ടുള്ളൂ. മനോരമയ്ക്ക് മയൂരിയാണെങ്കിൽ ദേശാഭിമാനിക്കും മാതൃഭൂമിക്കും നന്ദിലത്ത്. മലയാള മനോരമയ്ക്ക് 1, 2, 3 പേജ്. അത് കഴിഞ്ഞ് അകത്ത് വീണ്ടും ഒരു ഫുൾ പേജ്. നിറയെ പൈസ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അവിടെ ഉള്ളവർക്ക് സാലറി ഒക്കെ കിട്ടണ്ടേ? നടന്നോട്ടെ, അത് നടക്കട്ടെ. നമുക്ക് എന്തായാലും വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാന വാർത്തയെന്ന് നമുക്ക് പറയാൻ ഇപ്പോ ഹെഡ്ലൈൻ ആയിട്ടും വലിയ വാർത്തയായിട്ടും കൊടുത്തിട്ടുള്ളത് മറ്റു പല വാർത്തകളാണെങ്കിലും നമുക്ക് ഒരു മാനുഷികപരമായിട്ട് എടുത്താൽ ഇന്നലെ ഒരു ബംഗ്ലാദേശി പൗരനെന്ന് ആരോപിച്ച് തല്ലിക്കൊന്ന ആ വാർത്തയില്ലേ, അത് ഓരോ മാധ്യമവും ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മാതൃഭൂമിയിൽ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? മാതൃഭൂമിയിലെ ആദ്യ പേജിൽ തന്നെ, അതായത് പരസ്യം കഴിഞ്ഞ് വരുന്ന പേജിൽ തന്നെ, മരിച്ച ശേഷവും കൊടിയ മർദ്ദനം, രാംനാരായണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ നടുക്കുന്ന വെളിപ്പെടുത്തൽ. അതായത് ഇതില് 10,000 മൃതദേഹങ്ങൾ ഇതിനോളം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഇത്രയധികം മർദ്ദനമേറ്റ ശരീരം ആദ്യമായാണ് കാണുന്നത്. നടുക്കുന്ന കാഴ്ചയായിരുന്നത്. വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇത് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത വിരല് മുതൽ തലയോട്ടി വരെ ഫുൾ അടിച്ച് തകർത്തതായിട്ടാണ് അതിൽ പറയുന്നത്. ഇപ്പോ നമ്മള് പലപ്പോഴും ആലോചിക്കും, ഇതിന് മറ്റൊരു വശമുണ്ടോ? ഇയാൾ എന്തെങ്കിലും ചെയ്തോ? സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയോ? അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ? ഇതിനൊരു ഇതുണ്ടാവുമല്ലോ, പ്രൊവോക്ക് ചെയ്യാനുള്ള. എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, ഇങ്ങനെ ഒരാളെ മർദ്ദിക്കാൻ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒന്നല്ല എന്ന് പറയാം. പക്ഷെ ഇതിൽ ഏറ്റവും നമുക്ക് രസകരമായി തോന്നുന്നത്, രസകരമെന്ന് അതിനെ പറയാൻ പോലും പാടില്ല, മറ്റു വാർത്തകളിലെല്ലാം ഈ ബംഗ്ലാദേശി പൗരനെന്ന് ആരോപിച്ച അയാളുടെ മർദ്ദനത്തെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് 4 BJP-കാരടക്കം 5 പേർ അറസ്റ്റിൽ. ഈ അറസ്റ്റിലായവരുടെ രാഷ്ട്രീയവും മതവും ജാതിയും തിരക്കി പോയിരിക്കുകയാണ് ദേശാഭിമാനി. ഒരിക്കലും ഇതൊന്നും എനിക്ക് തോന്നുന്നത്, ഈ വാർത്ത പലതിലും വായിച്ചതിൽ ഇതൊന്നും ഒരു രാഷ്ട്രീയപരമായിട്ടോ ജാതീയപരമായിട്ടോ ഒന്നുമല്ല. ബംഗ്ലാദേശി എന്ന് ഇപ്പൊ ഇവിടെ പൊതുവെ എല്ലാവർക്കും പണ്ട് കാലത്ത് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെ ഒരുമാതിരി പുച്ഛത്തോടെ കാണുന്ന ഒരു പരിപാടി ഇവിടെ ആൾക്കാർക്കുണ്ടായിരുന്നു, അണ്ണാച്ചി എന്നൊക്കെ വിളിച്ചിട്ട്. ഇപ്പൊ അത് കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ബംഗാളികൾ അത് ഏറ്റെടുത്തത് കാരണം ബംഗാളി ഏതാ മലയാളി ഏതാ തിരിച്ചറിയാൻ പറ്റും, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. പക്ഷെ ദേശാഭിമാനി അവരുടെ പാർട്ടിയുടെ ഒരു നയവും അത് തന്നെയാണ്. എന്താണ്? എന്ത് കാര്യത്തിനും ജാതി അന്വേഷിക്കുക, മതം അന്വേഷിക്കുക, പാർട്ടി അന്വേഷിക്കുക, എന്നിട്ട് അതിനെ ആ ഒരു രീതിയിൽ നിറം കൊടുത്ത് വാർത്തകളെ ചിത്രീകരിക്കുന്ന രീതിയിൽ ബംഗ്ലാദേശി പൗരനെ ആക്രോശിച്ച് യുവാവിനെ തല്ലിക്കൊന്നു. 4 BJP-കാരടക്കം 5 പേർ അറസ്റ്റിൽ. ഈ വാർത്തയിൽ മനോരമയും പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനോരമയിലോ മാതൃഭൂമിയിലോ ഇതിൽ പ്രതികളുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും കൃത്യമായി പറയുന്നില്ല. 5 പേർ റിമാൻഡിൽ. വാളയാർ പമ്പപ്പള്ളം കിഴക്ക് ആളുകളുടെ പേര് സഹിതമാണ് വാർത്ത കൊടുത്തത്. കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. പക്ഷെ ഇവരുടെ രാഷ്ട്രീയം മനോരമയോ മാതൃഭൂമിയോ കൊടുത്തിട്ടില്ല. ഇതിനെ ഒരു ആൾക്കൂട്ട വിചാരണ കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമമാണ് ദേശാഭിമാനി നടത്തുന്ന കാര്യത്തിൽ ദേശാഭിമാനി വായിക്കുന്നതെല്ലാം ഈ പാർട്ടി ക്യാപ്സ്യൂൾ വിതരണക്കാരാണ്. അപ്പൊ അവർ ഇതെല്ലാം അവിടെ സംഭവിച്ചത് എന്താണ്? അട്ടപ്പള്ളത്ത് സംഭവിച്ചത് BJP-കാർ ഒരു ബംഗ്ലാദേശി പൗരനെ തല്ലിക്കൊന്നു, അത് മോദിയാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് ഇവർ പറഞ്ഞു വരുത്താൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. നമ്മളിപ്പോ മോദി ഭക്തരല്ല, എന്നാൽ പോലും ആ വാർത്തയെ എങ്ങനെ ഇവർ വളച്ചൊടിക്കുന്നു എന്ന ഒരു കാര്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒരു മതധ്രുവീകരണത്തിന് കൂടി സാധ്യമാകുന്ന തരത്തിലാണ് ദേശാഭിമാനി വാർത്ത എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ശബരിമല അതിലെ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അറസ്റ്റിലെന്നത് സൈഡിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോം നൽകിയവരെയും വെട്ടി SIR-ന്റെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാട്ടം നയിക്കാൻ കേരള ലേബർ കോഡുകൾക്ക് വഴങ്ങില്ല. എനിക്കിത് കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ എന്തോ PM ശ്രീ പദ്ധതി പോലെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ലേബർ കോഡുകൾക്ക് വഴങ്ങില്ല, പോരാട്ടം നയിക്കാൻ കേരളം. ലേബർ കോഡുകൾ പഠിക്കാൻ ജസ്റ്റിസ് ഗോപാല ഗൗഡ സമിതി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സീസൺ 2 സ്ട്രേഞ്ചേഴ്സിന് സുവർണചോരം നമ്മുടെ AFFK വാർത്തയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വാർത്ത, പാർലമെന്റിന് പുറത്ത് ഭായി മോദിക്കൊപ്പം സൽക്കാരത്തിൽ പ്രിയങ്കയും പ്രേമചന്ദ്രനും. അത് എന്തോ ഒരു വലിയ ഒരു കുറ്റം പോലെയാണ് ദേശാഭിമാനി ആ വാർത്തയ്ക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആരാ? പ്രധാനമന്ത്രിയല്ലേ? ഇന്ത്യയുടെ തലതൊട്ടപ്പൻ. രാഷ്ട്രീയം എന്തും ആയിക്കൊള്ളട്ടെ. ഇപ്പോ ഇവിടുത്തെ പൊളിറ്റിക്സും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സുമായിട്ട് ചേരുന്നില്ല. ഇപ്പൊ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല, നിതിന് പൊരുത്തപ്പെടാൻ പറ്റില്ലായിരിക്കും എന്ന് വെച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പ്രിയങ്കയും പ്രേമചന്ദ്രനും അതിൽ അവരെന്താണ് പിന്നെ ചിത്രത്തിന് എന്താ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടോ?
ചിത്രമൊന്നുമില്ല. ജനവിരുദ്ധ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം സമാപിച്ചതിന് പിന്നാലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്ത ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും. അതെന്തോടെ ഈ ലോകത്തെ വലിയ തെറ്റാണോ? അല്ല, പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറംതിരിഞ്ഞ് നിൽക്കാറാണ്. അത്രേ ഉള്ളൂ. എന്നിട്ട് അപ്പൊ ഇത് എന്താണ് ഇവരുടെ ആ ഒരു ഉദ്ദേശം എന്ന് മനസ്സിലായി. സ്പീക്കർ വിളിച്ച ചായ സൽക്കാരത്തിലാ പോയത്, അല്ലാതെ അതല്ല. പ്രധാനമന്ത്രി വിളിച്ചതായിക്കോട്ടെ, പ്രധാനമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും ഇവിടുത്തെ MP ആണ്. ഇപ്പോ പ്രതിപക്ഷ MP മാർ ഈ പ്രധാനമന്ത്രിയോട് മുഖത്തോട് മുഖം നോക്കാതെ ശത്രുക്കളെ പോലെ ഇരിക്കണമെന്നാണോ? അപ്പൊ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു ചായ സൽക്കാരത്തിൽ കോൺഗ്രസിന്റെ MP അതുപോലെ RSPയുടെ MP പങ്കെടുത്തതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രിട്ടാസിനെ വിളിച്ചാ പോയില്ലേ? ബ്രിട്ടാസിനെ വിളിച്ചാൽ 2 തവണ പോയിരുന്നു. റഹീം പോയിരുന്നു. അപ്പൊ അവര് പോയാൽ കുഴപ്പമില്ല, കോൺഗ്രസ്സുകാര് പോയാൽ വലിയ കുറ്റമാണ്. മറ്റൊരു വാർത്ത മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിൽ നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം സ്തംഭിച്ചു. അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി. ദേവസ്വം അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് കോടതിയുടെ പരാമർശം. ഡിസംബർ 5-ന് ശേഷം അന്വേഷണം സ്തംഭിച്ചെന്ന രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പെന്ന പേരിൽ കൈമാറാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായ അഡ്വക്കേറ്റ് വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുകയോ പ്രതിയാക്കുകയോ ചെയ്യാത്തത് അത്ഭുതപ്പെടുത്തിയെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ആ സ്തംഭനം ദേശാഭിമാനി അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ചെറിയ കോളത്തില് N വാസു, മുരാരി ബാബു ഉൾപ്പെടെ 3 പേരുടെ ജാമ്യാപേക്ഷ തള്ളിയെന്ന് ആരും കാണരുത്. അങ്ങനെ ഒരു അങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ ആ ഹൈക്കോടതിയുടെ വിമർശനമൊന്നും ദേശാഭിമാനി അറിഞ്ഞിട്ടില്ല. മറ്റൊരു വാർത്ത മാതൃഭൂമി നൽകിയത് അത് പോലീസ് മർദ്ദനം. പ്രതാപചന്ദ്രനെതിരെ മുൻപും പരാതി. അതായത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SHO ആയിരിക്കുമ്പോൾ 2024 6 മാസം ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്തടിച്ച പ്രതാപചന്ദ്രനെ എതിരെ നടപടിയെടുത്തു. പോലീസ് മർദ്ദനത്തിൽ നടപടിയെടുത്തു. അയാൾക്കെതിരെ വീണ്ടും പരാതി വരുന്നു, നിരവധി പരാതി വരുന്നു എന്ന് പറഞ്ഞ മാതൃഭൂമി വാർത്ത കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയിൽ വാർത്തയുണ്ടോ? അതില്ല. നേരത്തെ ചോദിച്ചില്ലേ ചിത്രം ഉണ്ടോ എന്ന്. അതാ ചിത്രത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് MP-മാരുടെ രാഷ്ട്രീയ വഞ്ചന. പറഞ്ഞതാരാന്നറിയോ? ബ്രിട്ടാസിനെ വിളിക്കാത്തതിന്റെ ചൊരുക്കാണെന്ന് തോന്നുന്നു. അല്ല, ഞാനൊരു സംശയിക്കട്ടെ. ഇവരിപ്പോ നമ്മളൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളെ സഹപ്രവർത്തകൻ അവനൊരു BJP-കാരനോ CP അവനോട് തോള കയ്യിലെടുത്തുന്നു, അവന്റെ പേര് ചായ കുടിക്കുന്നൊക്കെ പറയാൻ അംഗീകരിക്കാൻ പറ്റും? ഈ കൈരളി TVയിലോ ദേശാഭിമാനിയിലെ ആളുകൾ അങ്ങനെ പോകാറില്ലേ? എന്താണ് ഇവിടെ തന്നെ എന്താണ് മറ്റേ മുസ്ലിങ്ങളുടെ പെരുന്നാൾ ഉണ്ടല്ലോ, ആ പെരുന്നാളിന് എന്തൊക്കെയോ പരിപാടികൾ നടത്തുമല്ലോ. ഇവരെല്ലാവരും ഒന്നിച്ചല്ലേ അതിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഓണ വിരുന്ന്, അതിലിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രതിപക്ഷം വിട്ടുനിന്നു. അപ്പൊ അത് ഇവിടെ എല്ലാവർക്കും ആവാം. പക്ഷെ അത് പറയുന്നത് ആരാ? ബ്രിട്ടാസിനെ അപ്പൊ ബ്രിട്ടാസാ പറയുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയ ബില്ലുകൾ പാസാക്കി മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാർ പങ്കെടുത്തത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് CPM രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. മുൻപും കേന്ദ്ര സർക്കാർ ചായ സൽക്കാരങ്ങൾ നടത്തിയിരുന്നു. ഇത്രയും പ്രക്ഷുബ്ധമല്ലാത്ത സാഹചര്യങ്ങളായിരുന്നിട്ട് കൂടി ആ സൽക്കാരങ്ങൾ ബഹിഷ്കരിച്ച ചരിത്രം പ്രതിപക്ഷത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് നിയമം പോലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനം മുട്ടിക്കുന്ന ബിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പാസാക്കി മണിക്കൂർ പോലും കഴിയും മുമ്പ് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കുശലം പറയുകയും ചെയ്ത MP-മാരുടെ നടപടി ന്യായീകരിക്കാനാകില്ല എന്നും ബ്രിട്ടാസ് പറഞ്ഞു. മനോരമ വലിയ പ്രാധാന്യത്തോടു കൂടി ഒരു വാർത്ത കൊടുത്ത് ഇടിയോടിടി. അതായത് ശബരിമലയിൽ സർക്കാരിന് തിരിച്ചടികളുടെ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. SIT അന്വേഷണം സ്തംഭിച്ചെന്ന ഹൈക്കോടതി. കള്ളപ്പണ ഇടപാട് EDക്ക് അന്വേഷിക്കാം, രേഖകൾ കൈമാറാൻ ഉത്തരവ്. അതിലപ്പുറം ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. കോർട്ടിലും പാളിയെ, നാട്ടിൽ മൊത്തം തോൽവിയെ. വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു എണ്ണം. ശില്പപാളി കേസ് ആർക്ക് മനസ്സിലാവരുത് എന്താണ് കേസ്. രേഖ EDക്ക് കൈമാറാൻ ഉത്തരവ്. എന്നിട്ട് ഒരു 10 ലൈൻ കാണും. ശബരിമല ക്ഷേത്രത്തിലെ ശില്പപാളി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് EDക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ്. കേസുകളുടെ FIR, റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പകർപ്പ് ആവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി C മോഹിതാണ് ഉത്തരവിട്ടത്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ ജുഡീഷ്യൽ റിമാൻഡ് ജനുവരി 1 വരെ നീട്ടി. ഇത്രേ ഉള്ളൂ. അത്ര പ്രാധാന്യമേ വാർത്തയ്ക്കില്ല. അതെ, സത്യോ. അതുപോലെ തന്നെ മനോരമ മറ്റൊരു വാർത്ത കൊടുത്തത് ബ്രൂവറിയിൽ തിരിച്ചടി. സർക്കാർ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ പരിഗണിച്ച പല വസ്തുതകളും ശരിയല്ല. അതായത് പാലക്കാട് എലപ്പുള്ളിയിലെ സ്വകാര്യ കമ്പനിയായ ഒയാസിസ് കൊമേഴ്സ്യലിന് എഥനോൾ ബ്രൂവറി പ്ലാന്റ് സ്ഥാപിക്കാൻ സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ പരിഗണിച്ച പല വസ്തുതകളും പൂർണ്ണതോതിൽ ശരിയല്ലെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി. അതായത് സർക്കാരിന് തിരിച്ചടിയാണ്. പഞ്ചായത്ത്, കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. ഇപ്പോൾ ഭരണം CPM ലഭിച്ചിട്ടുണ്ട്. ആ ഭരണം ലഭിക്കുന്നത് മദ്യ കമ്പനികൾ വൻതോതിൽ
വൻതോതിൽ പണമൊഴുക്കി കോൺഗ്രസ് ഭരണസമിതിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അവിടെ കോൺഗ്രസ് ഭരണസമിതിയെ വെല്ലുവിളിച്ച് MP രാജേഷിന്റെ താല്പര്യപ്രകാരമായിരുന്നു ഈ ബ്രൂവറി കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അത് മനോരമ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി എഥനോൾ നിർമ്മാണ ഫാക്ടറി സർക്കാരിന് പുതിയ അപേക്ഷയിൽ മുന്നോട്ട് പോകാം. ഏലപ്പള്ളി എഥനോൾ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി സർക്കാരിന് പുതിയ അപേക്ഷയിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി. നിലവിൽ കമ്പനിക്ക് എക്സൈസ് വകുപ്പ് നൽകിയ പ്രാഥമിക അനുമതിയാണ് റദ്ദാക്കിയത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ദേശാഭിമാനി എഡിറ്റോറിയൽ എന്താ എഴുതിയത്? ദ്രോഹം തുടർന്ന് കേന്ദ്രം കുടപിടിച്ച് UDF. അതിൽ കൂടെ കേന്ദ്ര സർക്കാരിന്റെ ഈ ദ്രോഹ നടപടികളെ BJP ന്യായീകരിക്കുന്നത് അവരുടെ നിവൃത്തികേട്. എന്നാൽ UDF നേതാക്കളുടെ കേരള ദ്രോഹ നിലപാടാണ് അതിലേറെ ക്രൂരം. അവർ കേന്ദ്ര സർക്കാർ നടപടികൾക്ക് കുടപിടിക്കുക മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് കേരള വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിൽ ചോദ്യങ്ങൾ പടച്ചുണ്ടാക്കുകയും ചെയ്യുന്നു. കേരളം അതിദാരിദ്ര്യ മുക്തമായപ്പോൾ അതിന്റെ പേരിൽ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കാനാകുമോ എന്നാണ് UDFന്റെ MP മാർ ശ്രമിച്ചത്. എത്ര വിദഗ്ധമായാണ് അവർ ആ വാർത്തയെ വളച്ചൊടിച്ചിരിക്കുന്നത് നോക്കൂ. അതിദാരിദ്ര്യ മുക്തമാക്കി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ റേഷൻ വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയെ കുറിച്ചാണ് UDF സംസാരിച്ചത്, അല്ലെ? അതായത് അതിദരിദ്രർക്കാണ് റേഷൻ കൊടുക്കുന്നത്, സൗജന്യ റേഷൻ കൊടുക്കുന്നത്. കേരളം നമ്പർ 1 ആണ്, അതിദരിദ്രർ ഇല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം സ്വാഭാവികമായി എന്ത് തീരുമാനമെടുക്കും? അവിടെ അതിദരിദ്രർക്കുള്ള റേഷൻ വെട്ടിച്ചുരുക്കുക. അതിന് ഇവരെങ്ങനെയാണ് വളച്ചൊടിച്ചിരിക്കുന്നത്? അത് വെട്ടിക്കുറയ്ക്കാനാകുമോ എന്നാണ് UDFന്റെ MP മാർ ശ്രമിച്ചത് എന്നാണ് വളച്ചൊടിച്ച വാർത്തകൾ. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ആ അടിയേറ്റത് മലയാളിയുടെ ആത്മാഭിമാനത്തിന്. അടുത്ത കാലത്ത് കണ്ട ഏറ്റവും അശ്ലീലമായ കാഴ്ചകളിലൊന്നാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CCTV ദൃശ്യം. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന വീട്ടമ്മയെ ഇൻസ്പെക്ടർ നെഞ്ചിൽ പിടിച്ചു തള്ളുകയും കരണത്തടിക്കുകയും ചെയ്യുകയായിരുന്നത്. അല്പമെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്നവർക്ക് അസ്വസ്ഥതയോടെ അല്ലാതെ ആ ദൃശ്യം കാണാനാവില്ല എന്ന് മാതൃഭൂമി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നു, പീച്ചിയിൽ അതിക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ലഭിച്ചത് സസ്പെൻഷൻ മാത്രമാണ്. കുറ്റവാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ജയിൽ DIGക്കും അതിലപ്പുറം ശിക്ഷയുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മാതൃഭൂമി പറഞ്ഞു വെക്കുക. എന്തായാലും കേരളീയ മനസാക്ഷിയെ ലജ്ജിപ്പിക്കുന്ന, മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ്. അത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട. യുവതിയെ മുഖത്തടിച്ച സംഭവം, SHOക്കെതിരെ യുവതി നിയമ നടപടിക്ക്, എന്നിട്ടൊരു 3 കോളം ചെറുത്. ആ ചെറുതിന്റെ ആവശ്യമുള്ളതിന്. പിന്നെ അടുത്ത് വോട്ട് നിഷേധിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കും. SIRലേത് അപാകത നിറഞ്ഞ പട്ടിക എന്ന് പറഞ്ഞ് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള നടപടികൾ പുനഃപരിശോധിക്കുകയും അനാവശ്യ തിടുക്കം ഒഴിവാക്കുകയുമാണ് ഇപ്പോഴവർ ഉണർന്നത്. രാഹുൽ ഗാന്ധി ഘോരഘോരം വാർത്താ സമ്മേളനം നടത്തുകയും ഒറ്റയ്ക്ക് ഇങ്ങനെ പോരാടുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ CPM-കാർ ഇതൊന്നും അറിഞ്ഞില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞില്ല. ഇവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞില്ല. അവരാരും അതിനെതിരെ ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഇവരുടേതായ ഒരു വ്യാഖ്യാനവും കൊടുത്ത് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ സ്പോർട്സിലേക്ക് നമ്മൾ പോകുമ്പോൾ മാതൃഭൂമി സ്പോർട്സിൽ 2 വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. ഒന്ന്, ബ്രേവ് വാരിയേഴ്സ്, അതായത് സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ കിരീടം. ഫൈനലിൽ തോൽപ്പിച്ചത് തൃശൂർ മാജിക് FC-യെ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് കണ്ണൂർ വിജയിച്ചത്. ജയം അസിയർ ഗോമസിന്റെ പെനാൽറ്റി ഗോളിൽ. അതാണ് ഒരു വാർത്ത. മറ്റൊന്ന്, അടിച്ചു ജയിച്ചു. ദക്ഷിണാഫ്രിക്കയെ 30 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ. പരമ്പരയിൽ 3-1 പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഹർദിക് പാണ്ഡ്യ 16 പന്തിൽ 50, ആകെ 25 പന്തിൽ 63. തിലക് വർമ്മ 42 പന്തിൽ 73. തിലക് പാണ്ഡ്യ സഖ്യം 44 പന്തിൽ 105. ഇന്ത്യയുടെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഓസ്ട്രേലിയക്ക് പതറി വാർത്തയാണ് മാതൃഭൂമി വളരെ പ്രാധാന്യത്തോട് കൊടുത്തത്. സ്പോർട്സിലെ 2 വാർത്തകളും കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടു കൂടി വായിക്കാൻ കഴിയുന്ന 2 വാർത്തകളാണ്. അതോടൊപ്പം തന്നെ അണ്ടർ-19 ഏഷ്യ കപ്പ് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ എന്നൊരു വാർത്ത കൂടി മാതൃഭൂമിയിലുണ്ട്. പിന്നീട് ഒരു വാർത്ത, ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് മേൽക്കൈ. ഈ വാർത്തകളാണ് പ്രധാനമായും സ്പോർട്സ് പേജിൽ മാതൃഭൂമി. ഒറ്റ ഗോൾ പടക്കളം എന്ന് പറഞ്ഞ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കണ്ണൂർ വാരിയേഴ്സിന് എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലോകകപ്പ് ടീം ഇന്ന് 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. പിന്നെ മൊറോക്കോയ്ക്ക് അറബ് കപ്പ്, അണ്ടർ-19 ഏഷ്യ കപ്പ് അതും കൊടുത്തിട്ടുണ്ട്. അടിച്ചു നേടി ഇന്ത്യക്ക് 30 റൺ ജയം, പരമ്പര 3-1, 1000 തികച്ച സഞ്ജു എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നൊന്ന്, വീട് കയറണമെന്ന നിർദ്ദേശം പാലിച്ചില്ല, അടിച്ചേൽപ്പിച്ച ബീഹാർ മോഡൽ തിരിച്ചടിയായി. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന. ബീഹാറിൽ നടത്തിയ ജനാധിപത്യ വിരുദ്ധ നടപടി രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തിട്ടും കേരളത്തിലും അടിച്ചേൽപ്പിച്ചു. ഇപ്പോഴാണ് ഇവരിതൊക്കെ ഉണർന്നു വന്നത്. പിന്നെ ഏറ്റവും പുറകിലായിട്ട് കലയുടെ മഹാസംഗമം IFFK തന്നെയാണ്.